നമ്മൾ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ? എങ്ങനെ എളുപ്പത്തിൽ വീഡിയോ തയ്യാറാക്കാൻ നോക്കിയാലോ? അതിനായിട്ട് നമ്മൾ 250 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചെങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 250 ഗ്രാം കോവയ്ക്ക നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളർന്ന്, എരിവിന് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കളർന്ന് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കോവയ്ക്ക നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക ഫ്രൈ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി എണ്ണയിലേക്ക് കൊടുക്കാം. സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഉണക്കമുളക് കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ ഒന്നിച്ച് നമ്മൾ മാറ്റുകയാണ്. മാറ്റി ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് വേറെ പ്ലേറ്റിലേക്ക് ഇരിക്കുന്നത്. പൊടിക്ക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പ്ലേറ്റിലേക്ക് മാറ്റാം.